പരിശുദ്ധമ്മ പറഞ്ഞ ഒന്ന് രണ്ട് പ്രവചന ശബ്ദം കൂടെ ഞാൻ കൈമാറുന്നു. ദൈവജനം പ്രാർത്ഥിക്കുമല്ലോ. നമ്മുടെ ഭാരതത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഭാരതത്തിൽ വലിയ സുനാമി ഭീഷണി ഭാരതം നേരിടാൻ പോകുന്നു. ദൈവജനം ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. വലിയ സുനാമി ഭീഷണി ഭാരതം നേരിടാൻ പോകുന്നു. ആമേൻ. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അകത്ത് വലിയ ഭൂമി കുലുക്കം ഉണ്ടാകാൻ പോകുന്നു. 6 തീവ്രത രേഖപ്പെടുത്തുന്നതും 7 തീവ്രത രേഖപ്പെടുത്തുന്നതുമായ ഭൂചലനം, തുടർചലനങ്ങൾ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അകത്ത് ഉണ്ടാകാൻ പോകുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഭൂചലനം. വടക്കൻ സുമാത്രയ്ക്ക് സമീപത്താണ് 6.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഇന്ദിര പോയിന്റ്, ലിറ്റിൽ ആൻഡമാൻ എന്നീ സ്ഥലങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകും. സനിസ, ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? എന്താണ് ഉണ്ടായത്? അനിഷ, നിലവിൽ ഇന്ത്യയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല. ഇത്തരത്തിൽ മലാക്ക കടലിടുക്കിൽ രൂപം കൊണ്ട സെന്യാർ ചുഴലിക്കാറ്റ് 24 മണിക്കൂറിനുള്ളിൽ തീവ്രത നിലനിർത്തി അത് ക്രമേണ ദുർബലമാകുമെന്ന് മുൻപേ തന്നെ IMD മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ കൊടുങ്കാറ്റ് ഇന്തോനേഷ്യ തീരം തൊടാനാണ് സാധ്യതയെന്നും റിപ്പോർട്ട് നൽകിയിരുന്നു. ഇപ്പോൾ ഇന്തോനേഷ്യയിലെ വടക്കൻ സുമാത്രയുടെ പടിഞ്ഞാറൻ തീരത്ത് 6.5 തീവ്രതയുള്ള ഭൂചലനം ഉണ്ടായതായിട്ടാണ് ഇപ്പോൾ ദേശീയ സമുദ്ര നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും അറിയിപ്പ് വന്നിട്ടുള്ളത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഇന്ദിര പോയിന്റ്, ലിറ്റിൽ ആൻഡമാൻ എന്നീ സ്ഥലങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള തീരത്ത് നിലവിൽ സുനാമി മുന്നറിയിപ്പൊന്നുമില്ല. എങ്കിൽ പോലും ഇത്തരത്തിൽ സെന്യാർ ചുഴലിക്കാറ്റും അതുപോലെ തന്നെ ഭൂചലനം ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് കന്യാകുമാരി കടലിന് മുകളിലായിട്ട് തീവ്ര ന്യൂനമർദ്ദമുണ്ട്. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ മറ്റൊരു ന്യൂനമർദ്ദമുണ്ട്. ഇതിന്റെ ഒരു കാലാവസ്ഥ വലിയ രീതിയിൽ ഒരു പ്രക്ഷോഭപരമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇവിടെ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. അനീഷ, എന്നോട് പറഞ്ഞ ചില പ്രവചന ശബ്ദങ്ങളെ ഞാൻ കൈമാറുന്നു. നമുക്ക് നമ്മുടെ ഭാരതത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്നവരിലേക്ക് ഈ മെസ്സേജ് നിങ്ങൾ ഷെയർ ചെയ്യണം. പ്രാർത്ഥിക്കുന്നവരിലേക്ക് മാത്രം ഈ മെസ്സേജ് ഷെയർ ചെയ്യണം. നമ്മുടെ ഭാരതത്തിന് വേണ്ടി നമുക്ക് ഇടിവിൽ നിൽക്കാം, പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസത്തെ എൻ്റെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ ദൈവശബ്ദത്തെ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിൻ്റെ കയ്യിലേക്ക് ഞാൻ കൈമാറുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ തന്നെ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക, പ്രാർത്ഥിക്കുക. ഭാരതത്തിൽ വലിയ ഭൂമി കുലുക്കം ഉണ്ടാകാൻ പോകുന്നു. നമ്മുടെ ഭാരതത്തിൽ വലിയ ഭൂമി കുലുക്കം ഉണ്ടാകാൻ പോകുന്നു. ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന ദർശനം ഇങ്ങനെയാണ്. ബിൽഡിങ്ങുകളെല്ലാം ചരിഞ്ഞ് കിടക്കുന്ന വിധത്തിലുള്ള ഒരു വലിയ ഭൂകമ്പം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. അനർത്ഥത്തിൻ്റെ തീവ്രത കുറയാൻ ദൈവജനം പ്രാർത്ഥിക്കുക. ഇത് നടക്കുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. എന്നോട് ദൈവാത്മാവ് ഇടപെടുന്നത് ഇങ്ങനെയാണ്. 6.4, 6.3 ഇങ്ങനെ തീവ്രത രേഖപ്പെടുത്തുന്ന വിധത്തിൽ 6.4, 6.3 തീവ്രത രേഖപ്പെടുത്തുന്ന വിധത്തിലുള്ള ഭൂകമ്പം ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ തീവ്രത കുറയട്ടെ. കർത്താവ് കരുണ കാണിക്കാൻ ദൈവജനം, ദൈവദാസന്മാർ പ്രാർത്ഥിക്കുക. നോർത്ത് ഇന്ത്യയിലെ ഒത്തിരി ദൈവസഭ, ദൈവമക്കൾ ഉണ്ടല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. അതിൻ്റെ തീവ്രത കുറയട്ടെ. പരിശുദ്ധാത്മാവ് അപ്പോൾ തന്നെ എന്നോട് ഇടപെടുന്നത് ഛത്തീസ്ഗഡിൽ ഈ ഭൂമി കുലുക്കത്തിൻ്റെ ഭൂമി കുലുക്കം നിമിത്തം ഭൂമി വിണ്ടുകീറി നിൽക്കുന്നത് ദൈവന്മാർ കാണിക്കുന്നു. ഛത്തീസ്ഗഡ് ആ സ്റ്റേറ്റിൽ ഭൂമി കുലുക്കം നിമിത്തം ഭൂമി വിണ്ടുകീറും. അത് സാധാരണ ഒരു വിള്ളലല്ല, നല്ല ഗ്യാപ്പുള്ള വിള്ളൽ ഉണ്ടാകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക. ഛത്തീസ്ഗഡിനോട് പ്രാർത്ഥിക്കാം. സ്വർഗം കരുണ കാണിക്കട്ടെ. ആമേൻ. അവിടെയുള്ള ദൈവജനത്തെ കർത്താവ് സംരക്ഷിക്കട്ടെ. ജനം അറിയട്ടെ ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് ഇന്ത്യ അറിയട്ടെ.
നോർത്ത് ഇന്ത്യ മുഴുവൻ അറിയട്ടെ, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ അഭിഷിക്തന്മാർ ഉപദ്രവകാരികളല്ല, ഇവർ സദ്വർത്തമാനം അറിയിക്കുന്നവരാണ് എന്ന് അറിയട്ടെ. ആമേൻ. ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഇന്ത്യ അറിയട്ടെ. ആമേൻ. പ്രാർത്ഥിക്കുക, ഭാരതത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകാൻ പോകുന്നത്. ഒത്തിരി വർഷങ്ങൾക്ക് ബാക്കിലാണ് ഒരു വലിയ ഭൂമികുലുക്കം ഇന്ത്യയിലുണ്ടായത്. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാൻ പോകുന്നു. 6.4 തീവ്രത രേഖപ്പെടുത്തുന്ന വിധത്തിലുള്ള ഭൂമികുലുക്കം ഇന്ത്യയിലുണ്ടാകാൻ പോകുന്നു, നോർത്ത് ഇന്ത്യയിലുണ്ടാകാൻ പോകുന്നു. ദൈവജനം പ്രാർത്ഥിക്കുക, അതിൻ്റെ തീവ്രത കുറയട്ടെ, സ്വർഗ്ഗം കരുണ കാണിക്കാൻ നമുക്ക് ഇടവിൽ നിൽക്കാൻ പ്രാർത്ഥിക്കാം.